നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം മുമ്പുണ്ടായ ശക്തമായ കാറ്റും മഴയും വിതച്ച നാശനഷ്ടങ്ങൾ. ഇപ്പോൾ ഇതാ സൗദി നിവാസികൾ വീണ്ടും മഴയുടെ ആശങ്കയിലാണ്. ശനിയാഴ്ച മുതലുള്ള ഒരാഴ്ചക്കാലം രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുമെന്ന് സൗദി നാഷണൽ സെന്റർ ഓഫ് മെറ്റീറോളജി പ്രവചിച്ചിരിക്കുകയാണ്. ശക്തമായ കാറ്റ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറയ്ക്കുന്നു. കാറ്റിനു മഴയ്ക്കൊപ്പം പല പ്രദേശങ്ങളിലും ഇടിമിന്നൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. തെക്ക് പടിഞ്ഞാറൻ സൗദി അറേബ്യയിലെ ജിസാൻ, അസീർ, അൽബഹ എന്നിവിടങ്ങളിലും റിയാദിലും കിഴക്കൻ പ്രവിശ്യയിലും വെള്ളിയാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അസ്ഥിര കാലാവസ്ഥ, ഇതിനോടനുബന്ധിച്ച് വെള്ളപ്പൊക്കം, ആലിപ്പഴ വർഷം, ഉയർന്ന തിരമാലകൾ ഇത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾക്കും സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. NCM ആണ് ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു പുതിയ മഴ സാധ്യതാ പ്രവചനം വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾ കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് ആണ് ഈ ജനങ്ങളൊക്കെ കനത്ത ജാഗ്രത പാലിക്കണം എന്ന ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആളുകൾ വീടുകളിൽ നിന്നും പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ച് വെള്ളപ്പൊക്കമുള്ള പ്രദേശങ്ങളിലും താഴ്വരകളിലും പോവരുത്. അധികൃതരാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അപകട സാധ്യത മുന്നിൽ കണ്ട് വെള്ളക്കെട്ടിലോ ഒഴുക്കുള്ള നദികളിലോ നീന്തുക, അതിനൊക്കെ നിയന്ത്രണം വിലക്കും ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ വിവിധ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഡയറക്ടറേറ്റ് നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും പൊതുജനങ്ങൾ പാലിക്കണം. അത് അറിഞ്ഞിരിക്കുകയും വേണം. മഴ പ്രവചനത്തെ തുടർന്ന് റിയാദ്, അൽ ഖാസിം, കിഴക്കൻ പ്രവിശ്യ എന്നിവയുൾപ്പെടെ സൗദി അറേബ്യയിലെ നിരവധി പ്രദേശങ്ങളിൽ വ്യക്തിഗത ക്ലാസുകൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിഞ്ഞ ആഴ്ചത്തെ ശക്തമായ മഴയെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാത്രമല്ല റിയാദ്, അൽ ഖാസിം, മക്ക, കിഴക്കൻ പ്രവിശ്യ, അസീർ, ഹൈൽ, വടക്കൻ അതിർത്തികൾ, ജിസാൻ, നജ്റാൻ, അൽബഹ തുടങ്ങിയ മേഖലകളിൽ ബുധനാഴ്ച രാവിലെ മുതൽ വ്യാഴാഴ്ച രാവിലെ വരെ വിവിധ തീവ്രതയുള്ള മഴ ആണ് കിട്ടിയത്. പരിസ്ഥിതി ജലകൃഷി മന്ത്രാലയമാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കിഴക്കൻ പ്രവിശ്യയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്. ഇവിടെ 63 മില്ലിമീറ്റർ മഴ കിട്ടിയതാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.